വാഹന ലോകത്തെ പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി ജനൈകം ടെസ്റ്റ് ഡ്രൈവിലേക്ക് സ്വാഗതം. പുതിയ തലമുറ ഓഡി Q3 2025 ജൂൺ 16 ആഗോളതലത്തിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നു. ഇത് വാഹനത്തിന്റെ മൂന്നാം തലമുറയായിരിക്കും. ICEയിൽ പ്രവർത്തിക്കുന്ന Q3യുടെ മൂന്നാമത്തെയും അവസാനത്തെയും തലമുറയായിരിക്കും വരാനിരിക്കുന്ന മോഡൽ എന്ന് പ്രതീക്ഷിക്കുന്നു. പ്ലഗ് ഇൻ ഹൈബ്രിഡ് പവർ ഡ്രെയിനിനൊപ്പം പുതുക്കിയ രൂപകൽപ്പനയും ഈ മോഡലിന് ലഭിക്കും. സ്ലീക്കെ പില്ലറുകൾ, ഒരു ചിസൽ ഫ്രണ്ട്, ശക്തമായ ഫെൻഡർ ലൈനുകൾ എന്നിവയും കാണാം. നിലവിലെ കാറിൽ കാണപ്പെടുന്ന പരമ്പരാഗത സജ്ജീകരണത്തിന് പകരം ഹെഡ് ലാമ്പുകളും ഇപ്പോൾ ബമ്പറിൽ കാണപ്പെടുന്നു. താഴെയുള്ള ബമ്പർ വിഭാഗത്തിൽ ഉയർന്നതും താഴ്ന്നതുമായ ബീമുകൾക്കായി പുതിയ ഹൗസിങ്ങുകളുണ്ട്. വീതിയേറിയ ട്രപ്സോയിഡൽ ഗ്രില്ലിന് അരികിലായി ഇവ കാണപ്പെടുന്നു. ഇത് പുതിയതും മിനുസമാർന്നതുമായ ഒരു രൂപം നൽകുന്നു. അതേസമയം ബമ്പറിന്റെ മൂലകളിലേക്ക് വ്യാപിപ്പിക്കുന്നതിന് താഴ്ന്ന എയർ ഇൻടേക്ക് വീതിയുള്ളതാക്കിയിരിക്കുന്നു. മിക്ക ഓഡി SUVകളിലും പതിവ് പോലെ പുതിയ Q3 ഒരു സ്പോർട്ട് ബാക്ക് വേരിയന്റ് കൊണ്ടുവരും. നിലവിൽ ഇന്ത്യയിൽ വിൽപ്പനയ്ക്കുള്ള ഓഡി Q3യിൽ 190 HP കരുത്തും 320 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന 4 ലിറ്റർ 4 സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിനാണ് പ്രവർത്തിക്കുന്നത്. ക്വാട്ടോ ഓൾ വീൽ ഡ്രൈവ് ഉള്ള 7 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ഗിയർ ബോക്സ് ആണ് എഞ്ചിനുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത്. Q3 കുടുംബത്തിൽ നിന്ന് കമ്പസ്റ്റർ എഞ്ചിനുകൾ തുടരുന്ന അവസാനത്തെ മോഡലായിരിക്കും അടുത്ത തലമുറ ഓഡി Q3 എന്ന് പ്രതീക്ഷിക്കുന്നു. വരാനിരിക്കുന്ന യൂറോ 7 എമിഷൻ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനായി മൈൽഡ് ഹൈബ്രിഡ് സഹായത്തോടെ പെട്രോൾ, ഡീസൽ പവർ ഡ്രെയിനുകൾ ഈ നിരയിൽ ഉൾപ്പെടും. 10.1 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോടൈൻമെന്റ് സിസ്റ്റം, 12.3 ഇഞ്ച് ഡിജിറ്റൽ ഡ്രൈവർ ഡിസ്പ്ലേ, പരോനമിക് സൺറൂഫ്, ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ, വയർലെസ് ഫോൺ ചാർജിംഗ്, പവർഡ് ഫ്രണ്ട് സീറ്റുകൾ, 180 വാട്ട് സൗണ്ട് സിസ്റ്റം തുടങ്ങിയ പ്രീമിയം സവിശേഷതകളാണ് നിലവിലെ ഓഡി Q3യിലുള്ളത്. ഈ സവിശേഷതകൾക്ക് പുറമെ പുതിയ തലമുറയിൽ നിരവധി ആഡംബര സവിശേഷതകൾ ലഭിക്കും. പൾസ് ഓറഞ്ച്, ഗ്ലേഡിയർ വൈറ്റ്, നാനോ ഗ്രേ, മിത്തോസ് ബ്ലാക്ക്, നവാര ബ്ലൂ എന്നീ 5 കളർ ഓപ്ഷനുകളിലാണ് ഇത് വാഗ്ദാനം ചെയ്യുന്നത്. ഈ തലമുറ Q3 കൂടുതൽ പുതിയ നിറങ്ങളിൽ അവതരിപ്പിക്കാനും സാധ്യതയുണ്ട്. നിലവിൽ ഇന്ത്യൻ വിപണിയിൽ വിൽക്കുന്ന ജീപ്പ് ഗ്രാൻഡ് ചെറോക്കി 2022ലാണ് പുറത്തിറങ്ങിയത്. ഇപ്പോൾ SUVയുടെ പുതിയ പതിപ്പ് പുറത്തിറക്കുന്നതിനുള്ള ഒരുക്കത്തിലാണ് കമ്പനി. സിഗ്നേച്ചർ എഡിഷൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. സ്റ്റാൻഡേർഡ് പതിപ്പിനേക്കാൾ കുറച്ച് അപ്ഗ്രേഡുകളോടെ വാഹനം വരും എന്നാണ് റിപ്പോർട്ടുകൾ. ജീപ്പ് ഗ്രാൻഡ് ചെറോക്കി സിഗ്നേച്ചർ എഡിഷന്റെ രൂപകൽപ്പനയിൽ വലിയ മാറ്റമൊന്നുമില്ല. ഇത് സാധാരണ രൂപകൽപ്പനയിൽ തന്നെ എത്തും. ചില മാറ്റങ്ങൾ മാത്രമേ അതിൽ ലഭിക്കുകയുള്ളൂ. 7 സ്ലാറ്റ് ഫ്രണ്ട് ഗ്രിൽ, ക്ലാംഷെൽ ബോണറ്റ്, ബോക്സി സിലൗട്ട്, 20 ഇഞ്ച് അലോയ് വീലുകൾ തുടങ്ങിയവയിൽ മാറ്റങ്ങൾ ലഭിക്കും. ഉൾഭാഗത്ത് അപ്ഹോൾസ്റ്ററിയിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകാം. അതേസമയം ഡാഷ്ബോർഡിന്റെ ലേഔട്ട് സ്റ്റാൻഡേർഡ് പതിപ്പിന് സമാനമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിലവിൽ വാഹനത്തിൽ ലഭ്യമായ സവിശേഷതകളുടെ പട്ടികയിൽ 10 ഇഞ്ച് SUD, വയർലെസ് ചാർജിംഗ്, 3 സ്ക്രീൻ സജ്ജീകരണം, 9 സ്പീക്കർ സൗണ്ട് സിസ്റ്റം, ആംബിയന്റ് ലൈറ്റിംഗ് തുടങ്ങിയവ ഉൾപ്പെടുന്നു. ജീപ്പ് ഗ്രാൻഡ് ചെറോക്കി സിഗ്നേച്ചർ എഡിഷന്റെ പവർ ഡ്രെയിൻ വാഹനത്തിന്റെ സ്റ്റാൻഡേർഡ് പതിപ്പിന് സമാനമായിരിക്കും. അതായത് 8 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമായി ജോഡിയാക്കിയ അതേ 2.0 ലിറ്റർ ടർബോ ചാർജർ പെട്രോൾ എഞ്ചിൻ ഇതിലുണ്ടാകും. 268 HP പവറും 400 Nm പീക്ക് ടോർക്കും ഉൽപ്പാദിപ്പിക്കാൻ ഈ യൂണിറ്റ് ട്യൂൺ ചെയ്തിരിക്കുന്നു. ജീപ്പ് ഗ്രാൻഡ് ചെറോക്കി സിഗ്നേച്ചർ എഡിഷന്റെ ലോഞ്ച് തീയതി ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഇത് ഉടൻ തന്നെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിലവിൽ ജീപ്പ് ഗ്രാൻഡ് ചെറോക്കിക്ക് ഇന്ത്യയിൽ ഒരു ലിമിറ്റഡ് വേരിയന്റ് മാത്രമേ ഉള്ളൂ. നിലവിലെ മോഡലിന്റെ എക്സ്-ഷോറൂം വില 67.50 ലക്ഷം രൂപയാണ്. സിഗ്നേച്ചർ എഡിഷന്റെ വില സ്റ്റാൻഡേർഡ് പതിപ്പിനേക്കാൾ അല്പം കൂടുതലായിരിക്കാം. വാഹന ലോകത്തെ കൂടുതൽ ആവേശകരമായ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി അടുത്തയാഴ്ച ടെസ്റ്റ് ഡ്രൈവിലൂടെ വീണ്ടും കാണാം.